സർഫറാസ് ഖാനെ ഇക്കണ്ട കാലം അത്രയും പുറത്തിരുത്താൻ എന്തെങ്കിലും കാരണമുണ്ടായിരുന്നു? പെർഫോമൻസ് പോരാ എന്നതായിരുന്നു റീസൺ. ചോദ്യം മുൻ ഇന്ത്യൻ താരം മുഹമ്മദ് കൈഫിൻ്റെതാണ്. പെർഫോമൻസ് ആയിരുന്നു മാനദണ്ഡമെങ്കിൽ സർഫറാസ് ഖാൻ ഇന്ത്യൻ ടീമിലെ സ്ഥിര സാന്നിധ്യമായിരുന്നേനെ എന്നാണ് കൈഫ് പറഞ്ഞു വെക്കുന്നത്. അതാണ് ശരിയും. അവസരങ്ങൾ കിട്ടിയപ്പോഴൊക്കെ മികച്ച പ്രകടനങ്ങളാണ് സർഫറാസ് പുറത്തെടുത്തത്. പുറത്താക്കാൻ മാത്രം കാരണങ്ങളൊന്നുമില്ല. എന്നാൽ പൊടുന്നനെയാണ് അയാൾ സ്ക്വാഡിൽ നിന്ന് അപ്രത്യക്ഷനായത്. ഇന്ത്യ തുടരെ പരമ്പരകൾ തോറ്റുകൊണ്ടിരുന്നപ്പോൾ ഗംഭീറിന് നേരെ ചോദ്യശരങ്ങളെത്തി. പ്രതിഭകൾ പലരും പുറത്തിരിക്കുമ്പോൾ പരീക്ഷണങ്ങൾ നടത്തി തോൽവികൾ ഇരന്നു വാങ്ങുകയായിരുന്നു ഗംഭീർ. അപ്പോഴൊക്കെ ടീം ട്രാൻസിഷൻ പീരീഡിലാണ് എന്ന കാരണമായിരുന്നു ഗംഭീർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരിക്കൽ കൂടി സർഫറാസിൻ ഇന്ത്യൻ ടീമിലേക്ക് വെളിയെത്തുമ്പോൾ ആരാധകർ അയാൾക്കെതിരെയുള്ള നിരന്തര അവഗണനകളുടെ കാരണങ്ങൾ ഒരിക്കൽ കൂടി തിരയുകയാണ്. സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പോൾ ഇടമില്ലായിരുന്നെങ്കിലും സായ് സുദർശന് പരിക്കേറ്റതോടെയാണ് സർഫറാസിന് ടീമിലേക്ക് വെളിയെത്തുന്നത്. ഗൗതം ഗംഭീർ 11ലേക്ക് പരിഗണിക്കുമോ എന്ന് കണ്ടറിയണം. ഗംഭീറും സർഫറാസും തമ്മിൽ എന്താണ് പ്രശ്നം? കഴിഞ്ഞ ബോർഡർ ഗവാസ്കർ ട്രോഫിക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ സർഫറാസ് ഇടം പിടിച്ചിരുന്നു. എന്നാൽ ഒരൊറ്റ അവസരം പോലും താരത്തിന് ലഭിച്ചില്ല. മെൽബൺ ടെസ്റ്റിലെ പരാജയത്തിന് ശേഷം ഡ്രസ്സിംഗ് റൂമിലെത്തി ഗംഭീർ ഇന്ത്യൻ താരങ്ങളോട് കയർക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടി. ഇന്ത്യയുടെ ഡ്രസ്സിംഗ് റൂം രഹസ്യങ്ങൾ ചോർത്തിയത് സർഫറാസാണ് എന്നായിരുന്നു ഗംഭീറിന്റെ അവകാശവാദം. BCCയുടെ അവലോകന യോഗത്തിൽ വെച്ചാണ് ഗംഭീർ ഇക്കാര്യം ബോർഡിനെ അറിയിച്ചത്. ദേശീയ മാധ്യമങ്ങൾ പലതും ഇത് റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. പിന്നെ ഒരിക്കൽ പോലും സർഫറാസ് ഖാന് ഇന്ത്യൻ ടെസ്റ്റ് ടീമിലേക്ക് വെളിയെത്തിയിട്ടില്ല. പെർഫോമൻസ് വലിയൊരു പ്രശ്നമായി ചൂണ്ടിക്കാട്ടാൻ സെലക്ഷൻ കമ്മിറ്റിക്ക് കഴിയില്ലായിരുന്നു. അതിനാൽ തന്നെ സർഫറാസിന്റെ ഫിറ്റ്നസ് ആണ് അവർ പലപ്പോഴും പ്രശ്നവൽക്കരിച്ചത്. മുമ്പും അതങ്ങനെ തന്നെയായിരുന്നു. ഈ സമയത്തൊക്കെ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ സർഫറാസ് തന്റെ മിന്നും പ്രകടനങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. പോയിന്റ് സീസൺ രഞ്ജി ട്രോഫിയിൽ 7 മത്സരങ്ങളിൽ നിന്ന് 429 റൺസാണ് മുംബൈക്കായി സർഫറാസ് അടിച്ചുകൂട്ടിയത്. ഹൈദരാബാദിനെതിരെ ഒരു ഡബിൾ സെഞ്ചുറി കുറിക്കുന്നുണ്ട് താരം. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ സർഫറാസിന്റെ 5ാം ഡബിൾ സെഞ്ചുറി ആയിരുന്നു അത്. സീസണിൽ മുംബൈക്കായി ഏറ്റവും കൂടുതൽ റൺസ് കുറിച്ച 3 പേരിൽ ഒരാൾ സർഫറാസ് ആയിരുന്നു. 2025 സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ 329 റൺസാണ് താരം സ്കോർ ചെയ്തത്. 3 50യും 1 സെഞ്ചുറിയും സീസണിൽ താരത്തിന്റെ പേരിൽ ഉണ്ടായിരുന്നു. വിജയ് ഹസാരയിലും കുറിച്ചു 300-ൽ പരം റൺസ്. ലിസ്റ്റയിൽ ഒരു ഇന്ത്യൻ ബാറ്ററുടെ ഫാസ്റ്റസ്റ്റ് 50 സർഫറാസ് കുറിച്ചതും അക്കാലത്താണ്, വെറും 15 പന്തിൽ. പിന്നീട് ഏറെക്കാലത്തിന് ശേഷം IPL-ലേക്കും വെളിയെത്തി. ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് 75 ലക്ഷത്തിന് താരത്തെ ടീമിലെത്തിച്ചത്. ഇതിനിടയിൽ തന്റെ ഫിറ്റ്നസിനെ കുറിച്ച് ഉയർന്ന വിമർശനങ്ങളെയും മറികടക്കാൻ സർഫറാസ് തീരുമാനിച്ചു. കഴിഞ്ഞ 1.5 വർഷത്തിനിടയിൽ 17 കിലോഗ്രാം ശരീരഭാരമാണ് സർഫറാസ് കുറച്ചത്. ഇനി ഗംഭീറും അഗാർക്കറും ഒക്കെ എന്ത് കാരണമാണ് അയാളെ പുറത്തിരുത്താൻ ചൂണ്ടിക്കാണിക്കുക? 2024 സർഫറാസ് ഇന്ത്യക്കായി ടെസ്റ്റിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. ഇംഗ്ലണ്ടിനെതിരെയായിരുന്നു അത്. അരങ്ങേറ്റ മത്സരത്തിലെ ആദ്യ 2 ഇന്നിംഗ്സിലും അർദ്ധ സെഞ്ചുറി കുറിച്ച് ഗംഭീരമായാണ് സർഫറാസ് വരവറിയിക്കുന്നത്. അരങ്ങേറ്റ ടെസ്റ്റിലെ ആദ്യ 2 ഇന്നിംഗ്സിലും അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കുന്ന 4ാമത്തെ മാത്രം ഇന്ത്യൻ ബാറ്ററായിരുന്നു സർഫറാസ്. ഇന്ത്യക്കായി 6 മത്സരങ്ങളിൽ പാഡ് കെട്ടിയിറങ്ങിയ താരത്തിന്റെ സമ്പാദ്യം 371 1 സെഞ്ചുറിയും 3 അർദ്ധ സെഞ്ചുറികളും അയാളുടെ പേരിലുണ്ട്. ന്യൂസിലാൻഡിനെതിരെ ഇന്ത്യ സ്വന്തം മണ്ണിൽ വൈറ്റ് വാഷ് വഴങ്ങിയ ടൂർണമെന്റിലാണ് സർഫറാസ് ടെസ്റ്റിൽ തന്റെ കന്നി സെഞ്ചുറി കുറിക്കുന്നത്. പേരുകെട്ട ഇന്ത്യൻ ബാറ്റിംഗ് നിര ന്യൂസിലാൻഡ് ബോളർമാർക്ക് മുന്നിൽ വട്ടം കറങ്ങിയപ്പോൾ സർഫറാസ് മാത്രമാണ് ആ ടൂർണമെന്റിൽ സെഞ്ചുറി കുറിച്ച ഏക ഇന്ത്യൻ താരം എന്നോർക്കണം. ബംഗളൂരുവിൽ 195 പന്തിൽ 180 റൺസാണ് സർഫറാസ് സ്കോർ ചെയ്തത്. അന്താരാഷ്ട്ര വേദികളിൽ കിട്ടിയ അവസരങ്ങളിലൊക്കെ മിന്നും പ്രകടനം പുറത്തെടുത്ത് പ്രൂവ് ചെയ്തിട്ട് പോലും സർഫറാസിന് മുന്നിൽ ഇന്ത്യൻ ടീമിന്റെ വാതിലുകൾ അടഞ്ഞുകിടന്നു. 2024 സർഫറാസ് ഇന്ത്യൻ ടീമിൽ അരങ്ങേറ്റം കുറിച്ചത്. അവസാനമായി ഇന്ത്യൻ കുപ്പായം അണിഞ്ഞതും അതേ വർഷം തന്നെ. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അമ്പരപ്പിക്കുന്നതാണ് സർഫറാസിന്റെ റെക്കോർഡുകൾ. 16 സെഞ്ചുറികളും 5 ഡബിൾ സെഞ്ചുറികളും അടക്കം 64 ശരാശരിയിൽ 5000-ലധികം റൺസ് സർഫറാസിന്റെ പേരിലുണ്ട്. വൺ ഡൗൺ ആയി കളിച്ചുകൊണ്ടിരുന്ന സായ് സുദർശന് പകരക്കാരനായി സർഫറാസ് എത്തുമ്പോൾ ആ സ്ലോട്ടിലേക്ക് ദേവദത്ത് പടിക്കൽ ഇതിനോടകം ശക്തമായ അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സന്നാഹ മത്സരത്തിൽ സെഞ്ചുറി കുറിച്ചാണ് പടിക്കൽ വരവറിയിച്ചത്. ഇന്ത്യൻ മിഡിൽ ഓർഡറിന് ശക്തി പകരാൻ സർഫറാസിന് കഴിയും എന്നാണ് വിലയിരുത്തൽ. അതേസമയം ഗംഭീർ സർഫറാസിനെ 11ലേക്ക് പരിഗണിക്കുമോ എന്ന് കണ്ടറിയണം. സ്പിന്നർമാർക്കെതിരെ മികച്ച റെക്കോർഡുകളുണ്ട് സർഫറാസിന്. സ്പിന്നിനെ അകമടിഞ്ഞു പിന്തുണക്കുന്ന ശ്രീലങ്കൻ പിച്ചുകളിൽ സർഫറാസിന് അവസരം ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് ക്രിക്കറ്റ് പണ്ഡിറ്റുകൾ വിലയിരുത്തുന്നത്. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ 100-ന് മുകളിലാണ് സർഫറാസിന്റെ സ്പിന്നർമാർക്കെതിരെയുള്ള ബാറ്റിംഗ് ശരാശരി. കഠിനാധ്വാനിയാണ് സർഫറാസ്. 2 വർഷത്തോളമായി തുടരെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അവസരങ്ങൾ ലഭിക്കാതിരുന്നിട്ടും തളരാതെ അയാൾ തന്റെ പരിശീലനങ്ങൾ തുടരുകയായിരുന്നു. പിതാവ് നൌഷാദ് ഖാൻ എപ്പോഴും കൂടെയുണ്ട്. മഴ മൂലം മുംബൈയിലെ പരിശീലനം മുടങ്ങിയതോടെ
കശ്മീരിലെ ഷേറെ കശ്മീർ സ്റ്റേഡിയത്തിലായിരുന്നു സർഫറാസ് പരിശീലനം നടത്തി വന്നിരുന്നത്. അവിടെ പ്രാദേശിക ബോളർമാർക്കൊപ്പം ദിവസങ്ങളോളം ഗ്രൗണ്ടിലും നെറ്റ്സിലുമൊക്കെ ചെലവഴിച്ചു. സ്പിൻ ബോളിങ്ങിനെ നേരിടാൻ പരിക്കൻ റെഡ് സോയിൽ ട്രാക്കുകളിലും ആസ്ട്രോ ടർഫുകളിലും മണിക്കൂറുകളോളമാണ് സർഫറാസ് ബാറ്റിംഗ് പരിശീലനം നടത്തിയത്. ഇതൊക്കെ ശ്രീലങ്കയ്ക്കെതിരെ ഗുണം ചെയ്യും എന്നാണ് കരുതപ്പെടുന്നത്. ഞാൻ ചിലപ്പോൾ മാനദണ്ഡങ്ങൾ പൂർത്തിയാകാത്തവനായിരിക്കും, എന്നാൽ കഠിനാധ്വാനം ചെയ്തുകൊണ്ടേയിരിക്കും. ഇന്ത്യൻ ടീമിലേക്ക് വെളിയെത്തുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് സർഫറാസ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടത് ഇങ്ങനെയാണ്. അയാളുടെ കഠിനാധ്വാനങ്ങൾ ഒടുക്കം ഫലം കാണുന്നു. ഓഗസ്റ്റ് 15-നാണ് ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് പരമ്പര ആരംഭിക്കുന്നത്. ഗാലയാണ് ആദ്യ മത്സരത്തിന്റെ വേദി. രണ്ടാം മത്സരം 23-ന് കൊളംബോയിൽ ആരംഭിക്കും. വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് ടേബിളിൽ 5-ാം സ്ഥാനത്താണ് നിലവിൽ ഇന്ത്യ. ശ്രീലങ്ക 6-ാം സ്ഥാനത്തും. 8 മത്സരങ്ങളിൽ നിന്ന് 7 ജയവും 1 തോൽവിയും സഹിതം ഓസീസാണ് 1-ാം സ്ഥാനത്ത്. ഈ സൈക്കിളിൽ 9 മത്സരങ്ങൾ കളിച്ച ഇന്ത്യ 4 മത്സരങ്ങളിൽ ജയിച്ചപ്പോൾ 4 മത്സരങ്ങളിൽ പരാജയം ഏറ്റുവാങ്ങി. 1 മത്സരം സമനിലയിൽ കലാശിച്ചു. ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീറിന് ഏറെ നിർണായകമാണ് ശ്രീലങ്കയ്ക്കെതിരായ പരമ്പര. ഗംഭീറിന് കീഴിൽ ടെസ്റ്റിൽ ഇന്ത്യ ഒരു മോശം കാലത്ത് കൂടിയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹോം സോയിലിൽ 2 വൈറ്റ് വാഷുകളാണ് ഇന്ത്യ വഴങ്ങിയത്. ഗംഭീറിന് കീഴിൽ ഇന്ത്യ 20 ടെസ്റ്റ് മത്സരങ്ങളിലാണ് കളത്തിലിറങ്ങിയത്. അതിൽ 8 എണ്ണം വിജയിച്ചപ്പോൾ 10 എണ്ണത്തിൽ തോറ്റു.